വെന്തല്ലോ, അരി വെന്ത്. നിത്യവിശുദ്ധയാം കന്യാമറിയാമേ, നിന്നാമം വാഴ്ത്തപ്പെടട്ടെ, നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. മനുഷ്യരൊക്കെ വിചാരിക്കും ഇങ്ങനാണോ നാൻസി എന്ന് അല്ലേ? ഇതാണ് നാൻസി. ഓക്കെ, എന്താ പാടോ ദൈവമേ, ഓരോ മനുഷ്യൻ്റെ ജീവിതങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്, മനസ്സിലായോ? ചിലപ്പം ഞാൻ പല വേഷങ്ങളും കോശങ്ങളും കെട്ടാറുണ്ട്. ചിലപ്പം കോമഡി വേഷം കിട്ടും, ചിലപ്പം സീരിയസ് ആയുള്ള വേഷം കിട്ടും, ചിലപ്പം തമാശ ചിരി കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ജീവിതങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, മനസ്സിലായോ? നിങ്ങളിങ്ങനാണോ? ഞാനിങ്ങനെയാണ് കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിങ്ങനെയാണ്. ഇതിനകത്തോട്ട് ഇനി എടുത്ത് മറിക്കണം. ഓ, ഇതൊരു ചൂടാണ്. ഓ, കൈ അങ്ങ് പൊള്ളിപ്പോയി. ഒരു മണി ചോറ് പോലും പാഴാക്കരുതെന്ന യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്, മനസ്സിലായോ? നമ്മൾ അധ്വാനിച്ച് കൊണ്ടിരുന്ന പൈസയൊക്കെ അത് വേസ്റ്റാക്കി കളയരുത്, ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. പിന്നെ നമ്മളെ കഴിവതും നമ്മൾ പാവങ്ങളെ സഹായിക്കാൻ നോക്കണം, ഇല്ലേ? എന്നെ സംബന്ധിച്ച് ഞാനങ്ങനെയാണ്. ഞാനൊന്നും അത്ര വലിയ കാശുകാരും പണക്കാരും ഒന്നും അല്ല, എന്നാലും ദൈവത്തേലെ കൂടുതൽ ഇതാകുന്നതുകൊണ്ട് എന്നെ കഴിവിൻ്റെ പരമാവധി ആൾക്കാർക്ക് അറിയാവുന്നവർക്ക് അറിയാം. നാൻസി ആരാണ്, നാൻസി എന്താണ്, നാൻസി ചെയ്തിട്ടുള്ളത് എന്താണ് എന്നൊക്കെ അറിയാം. പക്ഷേ ഒന്നും അറിയാൻ വയ്യാത്തവർക്ക് ഇതൊന്നും അറിയാൻ പറ്റത്തില്ല കേട്ടോ. അങ്ങനെ ഒരു സംഭവമുണ്ട്. നമ്മൾ കയ്യോടെ ഈ ചോറ് വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങ് കഴുകി വെക്കാമെങ്കിലേ ഈ തലവേദനക്കേസ് ഉണ്ടാകത്തില്ല, മനസ്സിലായി? അല്ലെങ്കിലും പിന്നെ ഞാൻ തന്നെയല്ലേ ഇത് കഴുകേണ്ടി വരും. മനുഷ്യരൊക്കെ എന്ന് പറഞ്ഞാൽ കുറ്റം പറയാനും എടുക്കാനും ഒക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും, ഇല്ലേ? കുറ്റം പറഞ്ഞാൽ അത് നല്ല സ്വഭാവമല്ല ഒരിക്കലും. അന്യൻ്റെ കുറ്റം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്നോ വൃത്തികെട്ട സ്വഭാവമാണെന്നറിയോ? അത് ഏറ്റവും മോശം പിടിച്ച ഒരു സ്വഭാവം എന്ന് പറയാൻ. നമ്മളെ ഇപ്പം വൈബിളി പോയി നമ്മളെ ശരിക്കും പറഞ്ഞാലേ കുറ്റമില്ലാത്തവരാരാ? എല്ലാവരും കുറ്റമുള്ളവരാ, ഇല്ലേ? ഇന്നേരം രാവിലെ ഒരു സെക്കൻഡേ, ബീൻസ് വേണ്ട തോരനോട് വെച്ചായിരുന്നു. ഇന്ന് ബീൻസ് തോരനാണ്. ബീൻസ് തോരനുണ്ട്, ഇറച്ചിക്കറിയുണ്ട്. ഓക്കെ, അന്നേരം പറയാൻ വന്ന സംഭവം, കഴിവതും വേറൊരാളുടെ കുറ്റവും കുറവൊന്നും പറയാതിരിക്കുന്ന ഏറ്റവും നല്ലത്. കാരണം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. നമ്മളിപ്പം പറഞ്ഞാലൊന്നും ആരും ശരിയാകത്തില്ല. നമ്മളിപ്പം പറഞ്ഞ വേറൊരാൾ അനുസരിക്കും ഇല്ലല്ലോ. അന്നേരം നമ്മൾ കഴിവതും നമ്മുടെ കാര്യം നോക്കി മുന്നോട്ട് പോകുന്ന ഏറ്റവും നല്ലത്. ഓരോരുത്തരുടെ സാഹചര്യം കൊണ്ടാണ് ഓരോ സാഹചര്യത്തിലോട്ട് പോകുന്നത്. അത് നിങ്ങൾക്കറിയത്തില്ല, അതുകൊണ്ടാണ്. എല്ലാ മനുഷ്യരും അങ്ങനെയൊക്കെ തന്നെയാണ്. എനിക്ക് പറയാനുള്ളത് അത്രയേ ഉള്ളൂ. ഓരോരുത്തരുടെയും സാഹചര്യം ഓരോ വഴികളിലേക്ക് ആക്കുന്നത് തന്നെയാണ് കേട്ടോ. അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. എനിക്കത്രേ പറയാനുള്ളൂ. ഓക്കെ, ബൈ.